നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം തിരുവാതിര നക്ഷത്രത്തെ കുറിച്ചാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെയുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങള് നമ്മൾ പറയുമ്പോൾ ഓരോ തീയതികളിലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അന്നേ ദിവസം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്നും നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ അധിപൻ രാഹുവാണ്. രുദ്രദേവനാണ് നിങ്ങളുടെ ദേവതയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കർമ്മം എടുക്കുകയാണെങ്കിൽ, അതായത് നമ്മളുടെ തൊഴിലാകട്ടെ വിദ്യാഭ്യാസമാകട്ടെ എന്തുമാകട്ടെ, നമ്മളിപ്പോൾ ഏത് കർമ്മത്തിലാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതില് ജൂൺ 16 മുതൽ 23 വരെയുള്ള കാലഘട്ടത്തില് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പഴയ രീതികളൊക്കെ മാറ്റി എഴുതിക്കൊണ്ട് നിങ്ങളുടേതായ ഒരു രീതിയിലൂടെ നിങ്ങൾ ആ കർമ്മരംഗത്ത് മുന്നേറുന്നതായിട്ടാണ് കാണുന്നത്. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും AI പരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അസ്ട്രോളജി പരമായിട്ടും സൈക്കോളജി പരമായിട്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഒക്കെ വൻ നേട്ടമാണ് കാണുന്നത്. അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്കൊക്കെ പറ്റിയ ഒരു സമയമാണ്. പുതിയ തൊഴിലുകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജൂൺ 27 ശേഷം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഓഫറുകളൊക്കെ വന്നു ചേരുന്നതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. സർക്കാർ ജോലിയൊക്കെ ലഭിക്കാനുള്ള സാധ്യത വളരെയേറെയുള്ള ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സർക്കാർ ജോലിക്കൊന്നും നോക്കിയിട്ടില്ല എങ്കിൽ ഈ സമയത്തൊന്ന് പ്രവർത്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് അത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ജോലിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിസ്ക് കൂടുതലുള്ള തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരിക്കലും റിസ്ക് ഉള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് എടുക്കരുത്. നിങ്ങൾക്ക് ധനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജൂൺ 18, 25, 29 തീയതികളാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് കാണുന്നത്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന തീയതികളാണ് മേൽ പറഞ്ഞത്. ധനലാഭമൊക്കെ ഈ തീയതികളിൽ ഉണ്ടാകുന്നുണ്ട്. ഷെയർ മാർക്കറ്റിംഗിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ അതില് കൂടുതൽ മേന്മ ഉണ്ടാകുന്നുണ്ട്. ലോട്ടറി, ഇൻഷുറൻസ് ക്ലെയിം വഴിയൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകുന്നുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ധനപരമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. 20, 24 തീയതിയില് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്താവുള്ളൂ. അത് വളരെ നഷ്ടത്തിനുണ്ടാകുന്ന ഒരു കാരണമാകുന്നുണ്ട്. രാഹുവിന്റെ സ്വാധീനമാണ് ഇതിന് കാരണമാകുന്നത്. അതുകൊണ്ട് ഊഹക്കച്ചവടമൊക്കെ അന്നേ ദിവസമൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. അന്നേ ദിവസം കടം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യരുത്. അപ്പോൾ ധനപരമായിട്ട് നിങ്ങൾക്ക് വളരെയധികം മേന്മ ഉണ്ടാകുന്ന ഒരു സമയത്തും ഈ 2 ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചില ബന്ധങ്ങളിലൊക്കെ തീവ്രമായിട്ടുള്ള വികാരങ്ങളൊക്കെ അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ അവരിൽ സംശയം ജനിപ്പിക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വസ്ഥതയൊക്കെ കൂടുന്നതാണ്. ഈ സംശയം എന്ന കാര്യം നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു സമയമാണ് ഈ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ജൂൺ 17, 26 തീയതിയില് ബന്ധങ്ങളിലെ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വലിയ തുറന്നു പറച്ചിലുകൾക്കൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിവാഹം, പ്രണയം ഇവയിലൊക്കെ നിങ്ങൾ മൂന്നാമത്തെ ഒരാളെ ഇടപെടുത്താതിരിക്കുന്നതാണ് നല്ലത്. ഈ സമയത്ത് മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ അതില് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദമ്പതിമാരുമൊക്കെ ആയിട്ട് സ്വരച്ചേർച്ചയില്ലാതെ പോകുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഒരാളുമായിട്ട് സംസാരിച്ച് അത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കരുത്. നിങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. ജൂൺ 22 തീയതിയൊക്കെ വാക്കൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ സംസാരത്തിന് ജൂൺ 22 എന്നുള്ള ഒരു തീയതി തെരഞ്ഞെടുക്കാതിരിക്കുക എന്നുള്ളതാണ് വളരെ നല്ലത്. നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് നോക്കുമ്പോൾ BP-യിലൊക്കെ ഒരു വ്യതിയാനം വരാനുള്ള സാധ്യതയുണ്ട്. വൈദ്യുതി വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവര് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഇതിൽ നിന്നൊക്കെ ഒരു അപകടം കാണുന്നുണ്ട്. ചെറിയ ചെറിയ അപകടങ്ങളാണ്. എല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അമിതമായിട്ടുള്ള ചിന്തയും ഭയവും ഒക്കെ ഒഴിവാക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള രീതി എന്ന് പറയുന്നത് അവര്
സൃഷ്ടിക്കാനും നശിപ്പിക്കാനും ഉള്ള ഒരു ത്വര ഉള്ള ആളുകളാണ്. എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്ന ആളുകളാണ്. അതായത് സൃഷ്ടിക്കുകയും ചെയ്യും, നശിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും. എന്ത് സൃഷ്ടിക്കണം, എന്ത് നശിപ്പിക്കണമെന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അത് നിങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ജൂൺ 21-30 തീയതികളിൽ ദേഷ്യം, പ്രതികാരം ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ആരെയും നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ള ഒരു മണ്ടൻ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി പലരും പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതില് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ശ്രമിക്കുക. നിയമങ്ങളൊന്നും തെറ്റിച്ച് ഒരു കാര്യവും ചെയ്യരുത്. ഈ സമയത്ത് നിയമപരമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ രാഹുകാലവും യമകണ്ഠകാലവും ഒക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിനുശേഷം മാത്രം യാത്രകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോകുന്നത് ഇതിനെല്ലാം ഒരു പരിഹാരം ആകുന്നതാണ്. ജലധാരയൊക്കെ നടത്തുന്നത് പരിഹാരമാകുന്നതാണ്. ഓം നമ ശിവായ എന്ന ജപം 108 തവണ എന്നും രാവിലെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. രാഹുവിന് വേണ്ടി ഉഴുന്ന്, എള്ള എന്നിവയൊക്കെ ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. രാഹുവിന്റെ ഒരു അപഹാരം നിങ്ങൾക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതില് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കറുപ്പ്, നീല വസ്ത്രങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വെള്ള വസ്ത്രം കൂടുതൽ ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒഴിവാക്കേണ്ട വസ്ത്രങ്ങൾ ഒഴിവാക്കുക. നെഗറ്റീവ് എനർജി കൂടുന്ന വസ്ത്രങ്ങളാണ് നിങ്ങൾക്ക് ഈ കറുപ്പും നീലയും. അതൊന്ന് ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാർക്ക് നല്ല സമയത്തോടൊപ്പം തന്നെ ചീത്ത സമയവും വന്നിരിക്കുകയാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചീത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നെങ്കിൽ നിങ്ങളുടെ ദൈവത്തിലും മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. തിരുവാതിര നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.